നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകളിൽ മിക്കവരും ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണല്ലോ. അപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്ട്രെസ്സുകളും ഒക്കെ കുറയ്ക്കേണ്ടതും അത് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള ചിന്തിക്കേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ടിപ്പുകൾ ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഒരു ദിവസം തുടങ്ങുന്നതിന് ഏത് ജാതി മതം ആയിക്കോട്ടെ, പ്രാർത്ഥന കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഹാപ്പി ആയിട്ടും സമാധാനപരമായിട്ടും കഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ എൻ്റെ ഒരു കണക്കൂട്ടലും എൻ്റെ ഒരു അനുഭവവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ദിവസം തുടങ്ങേണ്ടത് പ്രാർത്ഥനയോട് കൂടിയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട മാനസിക പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള ആ ഒരു കരുത്ത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ദിവസത്തിൽ രാവിലെ വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതും ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിനും മാനസികമായ പ്രശ്നങ്ങൾ മാറ്റാനും. അടുത്ത ഞാൻ എപ്പോഴും പറയല്ലേ, രാവിലെ ഏതെങ്കിലും ഒരു വെള്ളം നമ്മൾ കുടിക്കണമെന്ന്, ചൂടുവെള്ളം. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ഓരോ ദിവസം സ്ഥിരമായിട്ടൊരു വെള്ളം എന്നല്ല, ഇടയ്ക്ക് ഇതേപോലെ കറിവേപ്പില ഇട്ടിട്ട് ആ ഒരു വെള്ളം ഉണ്ട്, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സിലേക്ക്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു ഇളം ചൂടാകുന്ന സമയത്ത് കുടിക്കുക. അത് ഒരുപാട് ബെനിഫിറ്റാണ് കേട്ടോ നമുക്ക് തരുന്നത്. ഈ കറിവേപ്പില വെള്ളം കഴിച്ചാൽ വയറിൻ്റെ പ്രശ്നങ്ങൾ മാറാനും പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കൂടി ഇത് സഹായിക്കും. പിന്നെ കറിവേപ്പിൻ്റെ ഇല ദിവസവും കഴിക്കണമെന്നില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള നാടൻ കറിവേപ്പിൻ്റെ ഇല തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ പനിക്കൂർക്കയിലല്ലേ, അതും ഇതേപോലെ തന്നെ ഗ്ലാസ്സിലിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ ഇളം ചൂട് വേണം കേട്ടോ. അപ്പോൾ നമ്മളെ കഫക്കെട്ടോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾക്ക് മാറ്റം വരും. ഇത് എന്താ വെച്ചാൽ നാടൻ സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഗുണങ്ങളല്ലാതെ ദോഷമൊന്നും വരില്ല കേട്ടോ. പിന്നെ ഡെയിലി നമ്മൾ ഒരേ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ട, ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. ഇടയ്ക്ക് ജീരകവെള്ളം കുടിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് വെള്ളം, എന്താ പറയുക, ഒരു ഇളം ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. അടുത്തത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കാം അല്ലേ. അപ്പോൾ ഡെയിലി നമ്മൾ അരിയാഹാരം എല്ലാ സമയത്തും കഴിക്കുകയാണെങ്കിൽ അത് ഹെൽത്തിന് അത്ര നല്ലതല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അരിയാഹാരം ഒന്ന് നല്ലോണം കുറയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇതേപോലെ ഗോതമ്പിൻ്റെതോ പിന്നെ അല്ലെങ്കിൽ റാഗിൻ്റെതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പലഹാരം ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ റാഗിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്കറിയാലോ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഗോതമ്പിനേക്കാളും എന്തുകൊണ്ടും നല്ലത് റാഗി തന്നെയാണ്. പിന്നെ അരിയാഹാരം തുടർച്ചയായിട്ട് നമ്മൾ 3 നേരം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ഒരു പ്രായം വരെ ഉള്ളൂ നമുക്ക് അരിൻ്റെ ഒക്കെ ഒരു ആവശ്യം. അപ്പോൾ 3 നേരം നമ്മൾ അരി കഴിച്ചിട്ടില്ല വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേപോലൊക്കെ ഈ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് രോഗം വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് വൈസായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചെറുപയർ, ഈ വൻപയർ, മുതിര അങ്ങനത്തെ ഒക്കെ ഒന്ന് വേവിച്ച് വറവിട്ടിട്ട് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക. അതൊക്കെ ഹെൽത്ത് വൈസായിട്ട് നല്ല സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി പല ആഹാരങ്ങളും കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതേപോലത്തെ വീട്ടിൽ തയ്യാറാക്കുന്ന നാടൻ വിഭവങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്തത് മുതിര. അത് നമ്മളെപ്പോഴും തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലാണല്ലോ വേവിച്ചെടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ടിപ്പ് കൂടി ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ മുതിര നമ്മൾ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സ്ത്രീകൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ആഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഡെയിലി കഴിക്കേണ്ട, ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉപ്പേരി വെച്ചിട്ടോ കറി വെച്ചിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കുക. അപ്പോൾ ഇത് കഴിക്കുന്നത് മൂലം മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അതേപോലെ അയണിൻ്റെ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും പറ്റും. അങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് അയണ് ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് നല്ല പരിഹാരമാണ്.
പിന്നെ ഇതാ ഡാർക്ക് ചോക്ലേറ്റ് അത് കഴിക്കുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതേപോലത്തെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ് വാങ്ങി കഴിച്ചാൽ മതി. പിന്നെ അതേപോലെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ വേദന മൂലം നമുക്ക് വല്ലാത്തൊരു സ്ട്രെസ്സുള്ളൊരു സമയമാണ് പീരീഡ്സിൻ്റെ ആ സമയം. ആ സമയത്ത് ഇതേപോലെ 1-2 പീസ് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇതിങ്ങനെ നല്ലതാണെന്നുള്ളത്. ഞാൻ പറയുന്നതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി അത് തിരുത്തി തരണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റിൽ കൂടി പറഞ്ഞു തരണം. അപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടും. പിന്നെ അടുത്ത് നമ്മുടെ മാനസിക സമ്മർദ്ദവും പ്രയാസങ്ങളും വിഷമവും അങ്ങനത്തെ എല്ലാ പ്രയാസങ്ങളും തീരണമെങ്കിൽ ഈ വായന നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാ ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, എന്താണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള, അത് നല്ലൊരു പുസ്തകമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണത്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല റൈറ്റേഴ്സിൻ്റെ ബുക്ക് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വായനയിൽ കൂടി എന്തെങ്കിലും ഒരു ഗുണങ്ങൾ നമുക്ക് എന്തായാലും കിട്ടുകയും ചെയ്യണം. അങ്ങനത്തെ ടൈപ്പ് പുസ്തകങ്ങളാണ് കേട്ടോ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സ്വന്തമായിട്ട് വാങ്ങുകയും ചെയ്യുക. പിന്നെ അതേപോലെ ലൈബ്രറികളിലൊക്കെ പോയിട്ട് അങ്ങായാൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ പുസ്തകം കിട്ടും. പിന്നെ ഒരുപാട് ചവറ് പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എങ്ങോട്ടേലും പോകുമ്പോഴും ഇനി വീട്ടിലിരിക്കുന്ന സമയത്തായാലും ഈ വിയർപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് അധികം ആളുകൾക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ തൊട്ടടുത്ത ഒരാളടുത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ലാത്തൊരു സ്മെല്ലോട് കൂടി പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഊതിൻ്റെ അത്തറാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടുന്നത് നമ്മുടെ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലുണ്ടാവും. വളരെ ലൈറ്റായിട്ട് തന്നെ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അത് വല്ലാത്ത കുത്തൽ സ്മെല്ലോട് കൂടി ഒരാളടുത്തേക്ക് പോകുമ്പോൾ അതുപോൽക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഇതേപോലെ ഒരു ബോട്ടിൽ വാങ്ങിയാൽ കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ 100 എന്നുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ വാങ്ങുന്നത്. അപ്പോൾ ഓരോന്നും പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലായിട്ടുള്ളത്. അടുത്ത് നമ്മുടെ ഇന്നർ വെയറുകളെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നർ വെയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയെടുക്കുക. കോട്ടൺ ആണ് കൂടുതലും നല്ലത് കേട്ടോ. നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള വസ്ത്രം അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്നർ ആയാലും ഔട്ടർ ആയാലും ഒക്കെ നമ്മൾ ഈ ഇന്നർ ഒരു 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് ഈ ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയിട്ടതിന് ശേഷം നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പുറമെ ഇടുന്ന ഡ്രസ്സ് നല്ല റേറ്റ് കൊടുത്തിട്ടേക്കാണില്ല, നല്ലത് നോക്കിയാൽ വാങ്ങുക. പക്ഷെ നമ്മൾ ഇന്നറിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു ശ്രദ്ധ കൊടുക്കലില്ല കൂടുതൽ ആൾക്കാരും. എല്ലാവരും അല്ല കേട്ടോ, അധികവും ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതാ ഞാൻ മിഠായിത്തെരുവിൽ കോൻകോ ബസാറിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഞാൻ ഷോള്, ഇന്നർ, നൈറ്റി അങ്ങനത്തെ ഒക്കെ വാങ്ങൽ. അത് സ്ഥിരമായിട്ട് 1-2 കടകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തലമുടിയൊക്കെ ഇടയ്ക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹെന്ന ചെയ്യാണ്. ഹെന്ന ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ നരച്ച മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. അത് നല്ലതാണ് നമ്മൾ ഹെന്ന നമ്മളെ തലക്കിടുന്നത്. മിനിമം ഇത് നമ്മൾ ഈ മുടി ഈ നരച്ച മുടി കറുപ്പിക്കാനാണെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യണം. അല്ലാതെ നമ്മൾ ഹെയറിൻ്റെ ഒരു കെയർ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. ഇപ്പോൾ നെല്ലിക്കപ്പൊടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നെല്ലിക്കപ്പൊടിയൊക്കെ. അപ്പോൾ ചിലവർക്ക് ഈ മൈലാഞ്ചിൻ്റെ ഒന്നും തണുപ്പ് അത്ര വലിയ പിടിക്കലുണ്ടാവില്ല. അങ്ങനത്തെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. മുടി വളരാനും പിന്നെ അതേപോലെ നമ്മളെ തലമുടീൻ്റെ ആ ഒരു നല്ലൊരു ഇതിനൊക്കെ ഈ എണ്ണ നല്ലതാണ്. അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ ചീനച്ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആ കാൽസ്യം കൂടി അയണും കൂടി അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പിറ്റേന്ന് ഒരു കോഴിമുട്ടൻ്റെ വെള്ളം കൂടി അതിൽ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അടുത്തത് സ്കിൻ കെയർ ആണ്. അപ്പോൾ ഇത് നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. അതിൻ്റെ ഒരുപാട് പാർശ്വഫലങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതാണിത്. കോഴിമുട്ടൻ്റെ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ കോഴിമുട്ടൻ്റെ കുറഞ്ഞ വെള്ളം മതി. അപ്പോൾ ഒരു കോഴിമുട്ട ഒന്നായിട്ടൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് അളവിൽ തേൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ എത്ര എടുത്തതെന്ന്. പിന്നെ ആ ഒരു വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂള് ഇത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ മുഖത്ത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതൊരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും കോഴിമുട്ടൻ്റെ ബാഡ് സ്മെല്ലുണ്ടാവും, അതൊന്നുമില്ല. പിന്നെ അത് മുഖത്തും കഴുത്തിലൊക്കെ തേച്ചതിൻ്റെ ബാക്കി സാധനം ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ കൈയിൻ്റെ പുറമെ 2 കൈയിൻ്റെ പുറമേയും തേച്ച് കൊടുത്താൽ മതി. ഇത് പ്രധാനമായിട്ടും നമ്മളെ മുഖത്തുള്ള ആ ഒരു ഈ എന്താണ് പറയുക ഡാർക്ക് ഇതുണ്ടല്ലോ,
ആ ഒരു പുള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഒഴിവാക്കാനും പിന്നെ നല്ല മുഖത്ത് ഇടയ്ക്ക് വരുന്ന ചുളിവുകളുണ്ടല്ലോ അതൊക്കെ പോകാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിട്ട് ഓരോന്നാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് ധാരാളം ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കേണ്ടത് വെജിറ്റബിൾസ് ആണ് കേട്ടോ. അപ്പോൾ അത് നിത്യം നമ്മളെ ഭക്ഷണത്തിൽ ഇലവർഗ്ഗങ്ങൾ ഒരുപാടായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. അടുത്തതാ ഞാൻ ഒരു എണ്ണ കാച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തലക്ക് കൂടുതലും നല്ലത് എണ്ണയാണ്. എണ്ണ വെച്ചാൽ നല്ലെണ്ണ കേട്ടോ, നല്ല ചക്കിലാട്ടിയ നല്ല എള്ളെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാമിന് 45 രൂപയാണ്. അത് ഞാനിതൊന്ന് നീരിറക്കുന്നുണ്ട്, നീരിറക്കാന്ന് കേട്ടോ പറയാം ഞങ്ങൾ. അപ്പോൾ അത് ഈ ചീനച്ചട്ടിയിൽ ആ എണ്ണ നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈലാഞ്ചിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു 3 ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്തിട്ട് ഒന്ന് കാച്ചിയെടുക്കുകയാണ്. ഇതും നമ്മുടെ തലക്ക് നല്ലതാണ്. ഇതേപോലെ ഏതെങ്കിലും ഒരു നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളെ തലക്ക് ഏതാണോ ഉപയോഗം അതിനനുസരിച്ചിട്ടുള്ള എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്നൊന്നും ഒരു ഓയിലും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അത് എണ്ണ നമ്മളെ തലക്ക് നല്ല തണുപ്പാണ്, വെളിച്ചെണ്ണ നല്ല ചൂടുമാണ്. അത് തേച്ച് കൊടുത്താൽ സാധാരണ എല്ലാവരും വെളിച്ചെണ്ണ തന്നെയാണ് തേക്കുക, പക്ഷേ എണ്ണ തേക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ മുടീൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, മുടി നല്ല കറുപ്പാവാനും മുടി നല്ല രീതിയിൽ വളരാനൊക്കെ ഈ കാച്ചിയ എണ്ണ നന്നാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുക, പിന്നെ അതേപോലെ പനിക്കൂർക്ക ചേർക്കുക, കറ്റാർവാഴ ചേർക്കുക, അതൊക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യമുള്ളത് ചേർത്തിട്ട് എണ്ണ കാച്ചി എടുത്താൽ മതി. നിർബന്ധമായിട്ടും ഒരു എണ്ണ കാച്ചിയത് നമ്മൾ ഡെയിലി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്തത് ബ്രഷിൻ്റെ കാര്യം. അത് രാവിലത്തെ കാര്യത്തിൽ പറയേണ്ടതായിനി ഇപ്പോൾ ഈ ഒരു ഇതായിട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ 3 മാസം കൂടുമ്പോൾ ബ്രഷ് മാറ്റണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഒരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരു 2-1 പ്രാവശ്യം നമ്മളെ ഈ പല്ലൊന്ന് ക്ലീൻ ചെയ്യിക്കണം. അപ്പോൾ ഒരുപാട് കറകളും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ മോണരോഗമൊക്കെ അങ്ങനെ വരും കേട്ടോ, നമ്മളെ പല്ല് നല്ല ക്ലീൻ ചെയ്യാഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ബ്രഷിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. വർഷത്തിൽ മിനിമം 1 പ്രാവശ്യമെങ്കിലും നമ്മളെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പല്ല് ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മളെ പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ ശ്രദ്ധിക്കാതെ ഇടുകയാണെങ്കിൽ പല പ്രശ്നവും വരും കേട്ടോ. നമ്മൾ രാവിലെ പല്ലേക്കും, അതല്ലെങ്കിൽ കിടക്കാൻ നേരം പല്ലേക്കും, അതല്ലാത്ത വേറൊരു രീതിയും നമ്മൾ ചെയ്യലില്ല. അടുത്ത ഇതേപോലത്തെ ഒരു വെറ്റ് വൈപ്പ് വാങ്ങണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല. പിന്നെ ഇതേപോലെ തന്നെ ചോദിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ 50 രൂപൻ്റെ ഒരു ചെറിയ പാക്കാണ്. ഇത് ഒരുപാട് ഉപയോഗമാണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ബാഗിൽ ഇടുകയാണെങ്കിൽ നമ്മളെ കൈയൊക്കെ ഒന്ന് തുടയ്ക്കാനും അല്ലെങ്കിൽ മുഖം തുടയ്ക്കാനൊക്കെ നല്ല സ്മെല്ലുള്ളതിനോണ്ട് തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആണ്. നമുക്കൊരു ബാഡ് സ്മെല്ലോട് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് കുറവുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ആ ദുർഗന്ധം മാറ്റാനും വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലോ അല്ലാത്ത സമയത്തൊക്കെ കയ്യിൽ ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ നല്ല ബാഗൊക്കെ ഉണ്ടാവില്ലേ, പുറമെ കൊണ്ടുപോകുന്ന ബാഗ്, ലെതറിൻ്റെ ബാഗ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബാഗൊക്കെ, അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇടയ്ക്ക് ഇത് എടുത്ത് വെച്ചാൽ പൂപ്പൽ വരും നമ്മൾ ഉപയോഗിക്കാതൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു വെറ്റ് വൈപ്പിൻ്റെ ഇത് ഇട്ടിട്ട് നല്ലോണം തുടച്ചാൽ ആ ബാഗിനും നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ആ പൂപ്പലൊന്നും പിടിക്കാതെ കഴിച്ചിലാവുകയും ചെയ്യും. പിന്നെ ഹിമാലയൻ്റെത് ഒരുപാട് സ്മെല്ലൊന്നുമില്ല കേട്ടോ, വളരെ ലൈറ്റായിട്ടുള്ള സ്മെല്ലേ ഉള്ളൂ. പിന്നെ നല്ല സ്മെല്ലുള്ള വൈപ്സും ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താണ് ആവശ്യിച്ചാൽ വാങ്ങിയാൽ മതി. അപ്പോൾ ഇതൊരു 50 രൂപൻ്റെത് ഒരു പാക്കറ്റ് വാങ്ങി നമ്മളെ ബാഗിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഡെയിലി പുറത്ത് പോകുന്നവർക്ക് അത് പെട്ടെന്ന് തീരും. അല്ലാതെ നമ്മളെപ്പോലെ വല്ലപ്പോഴൊക്കെ പുറത്തേക്ക് പോകുന്ന ആളുകൾക്കാകുമ്പോൾ ഇത് നല്ല യൂസാണ്. അപ്പോൾ ആ ഒരു പാക്കറ്റ് നമ്മൾ ഇടയ്ക്ക് വാങ്ങിയേക്കാണെങ്കിൽ, അല്ലെങ്കിൽ ചെരുപ്പ് നല്ല ചെരുപ്പുണ്ടല്ലോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത, അത് തുടയ്ക്കാനും മറ്റൊക്കെ ഉപയോഗപ്പെടും. ഇത് എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് തുഷാരയാണ് കേട്ടോ. അപ്പോൾ അവൾ ഈ ഒരു വീഡിയോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവൾ തന്നെയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരല്. എനിക്കിത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ കാര്യമൊന്നും നമുക്ക് അറിഞ്ഞോളണമെന്നില്ലല്ലോ. അപ്പോൾ അറിയുന്ന നല്ല ഫ്രണ്ട്സിനായിട്ട് നല്ല കൂട്ടുകെട്ട് അത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അവരിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മുടെ ചീത്ത വശങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.